ഞങ്ങൾ ഒരു റിക്കഗ്നൈസ്ഡ് അവാർഡ് വിന്നിംഗ് ബ്രോക്കറേജ്. ട്രസ്റ്റ് ഓവറോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒപ്പീനിയൻ ഇറ്റ്സ് എ best thing to do. And it doesn't matter whether they come with us or with any other brokers. So then there's a different structure. Trust structure. ഒരു ട്രസ്റ്റിൽ എത്ര പ്രോപ്പർട്ടി വരെ മേടിക്കാനായിട്ട് സാധിക്കും? There's no limitation. No limitation. Have to be offsetted. Okay. So അത് ഒരു നല്ല വലിയ ബെനിഫിറ്റ് ആണ്. എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നമുക്കൊരു ട്രസ്റ്റിൽ കൂടെ പ്രോപ്പർട്ടി മേടിക്കാനായിട്ട്? ട്രസ്റ്റിൽ മേടിക്കണമെന്നുള്ളത്. This should not be a long term solution because they bought the property, let's say in 800 with higher interest rate. Now the same property is $1 million. Expensive charge ചെയ്യും, but loan തരും. Lowest best deal in that kind of income. ചെറിയ ബാങ്കുകാർ എങ്ങനെയുണ്ട്? അപ്പോൾ പലപ്പോഴും സിംഗിൾ ഏണേഴ്സ് മാത്രം കിട്ടാറില്ല. ഏത് സിനാരിയോ ഏത് ബാങ്കിന്റെ കൂടെ ഫിറ്റ് ആവും അക്കോർഡിംഗ് ടു ഞങ്ങൾ ആ ബാങ്കിന്റെ കൂടെ കണക്ട് ചെയ്യും. ഞങ്ങൾക്ക് 7 വർഷമായിട്ട് ഇവിടെ മെൽബണിൽ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാ ബാങ്ക്സിന്റെ ഇൻകം പോളിസി ഡിഫറെന്റ് ആണ്. അങ്ങനത്തെ ബാങ്കുകളുണ്ട്. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് വീടുകൾ മേടിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പോകുന്നത് മേജർ ബാങ്കുകളാണ്. ഇവിടെ നാബ്, വെസ്റ്റ് ബാങ്ക്, കോമൺവെൽത്ത് ബാങ്ക്, അങ്ങനെയുള്ള എൻസിഡ് പോലത്തെയുള്ള ബാങ്കുകളാണ് പോകുന്നത്. പക്ഷേ അതിന് താഴെയുള്ള കുറച്ചുകൂടി ചെറുതായിട്ടുള്ള പല ബാങ്കുകളും ഇവിടെ ലോൺ കൊടുക്കുന്നുണ്ട്. നമുക്ക് അവൈലബിളുമാണത്. പക്ഷേ അതിനെ നമുക്ക് പലപ്പോഴും അപ്രോച്ച് ചെയ്യാനും അതിൽ നിന്ന് ലോൺ എടുക്കാനും പേടിയുണ്ട്. അതിനെക്കുറിച്ച് അതേപോലത്തെ ചെറിയ ബാങ്കുകളെ കുറിച്ച് നമ്മൾ പേടിക്കണോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ കൂടെയുള്ളത് എൽദോയാണ് കൂടെയുള്ളത്. അത് ഈ ഫീൽഡ് വളരെ നാളായിട്ട് പ്രവർത്തന പരിചയമുള്ളൊരു ആൾക്കാരെ സഹായിക്കുന്ന മോർഗേജ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. നമസ്കാരം എൽദോ. നമസ്കാരം. എന്നോട് വിശേഷമൊക്കെ? ഓൾ ഗുഡ്. ഇത് എൽദോ ഇവിടെ മെൽബണിൽ എവിടെയായിട്ടാണ് ഓഫീസും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്? സോ എൻ്റെ ഓഫീസ് കോളൻ സ്ട്രീറ്റിലും ഉണ്ട്. പിന്നെ ഞങ്ങൾ ജിലോങ്ങിൽ ഗാരിംഗ്ആപ്പ് സ്ട്രീറ്റിൽ ഇവിടെ ഓഫീസ് ഉണ്ട്. ഈ ഓഫീസ് അല്ലേ? ഓക്കെ. ഇത് എത്ര നാളായിട്ടാണ് ഇങ്ങനെ ഈ മോർഗേജ് ബ്രോക്കിംഗ്? ഞങ്ങൾക്ക് 7 വർഷമായിട്ട് ഇവിടെ മെൽബണിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെൽബണിൽ മാത്രമുള്ളൂ അത് ഓൾ ഓവർ ഓസ്ട്രേലിയ ചെയ്യുമോ? ഞങ്ങളുടെ ക്ലയൻസ് ഓൾ ഓവർ ഓസ്ട്രേലിയ ഉണ്ട്. ഞങ്ങൾക്ക് ക്വീൻസ്ലാൻഡിൽ, വെസ്റ്റ് ഓസ്ട്രേലിയയിൽ എല്ലാ സ്ഥലത്തും ക്ലയൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് സിഡ്നിയിലുണ്ടല്ലേ? ഓക്കെ. ബിക്കോസ് ഞങ്ങൾ മിക്കവാറും മോർഗേജ് വി ആർ നോട്ട് റിസ്ട്രിക്റ്റഡ് വിത്ത് ലൊക്കേഷൻസ്. അതല്ലേ? ഓക്കെ. അപ്പോൾ വേറെ നാട്ടിലെവിടെയാണെന്ന് പറഞ്ഞാൽ? നാട്ടിൽ തിരുവല്ലക്കാരനാണ് കേട്ടോ. തിരുവല്ലക്കാരനാണ്. മലയാളം നന്നായിട്ട് അറിയാം കേട്ടോ. ഞാൻ ഡൽഹിയിൽ ബോൺ ആൻഡ് ബോർഡർ പോയിട്ട് അതുവേണ്ടി എൻ്റെ മലയാളം വെച്ച് കുഴപ്പമുണ്ട്. എല്ലാ കാര്യങ്ങൾ പറയുന്നതെല്ലാം നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിന് ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് മലയാളത്തിൽ ഇച്ചിരി കമ്മ്യൂണിക്കേഷന് കുഴപ്പമുണ്ടായിട്ടില്ല. എന്നാലും മലയാളത്തിൽ പറയാൻ ഇച്ചിരി ഒരു സൗകര്യം ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രം ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ജനറേഷനാണ് നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ UK എന്നോ ഇവിടുന്നൊക്കെ നമ്മളിങ്ങോട്ട് വന്നാലും മലയാളികളുടെ പുതിയതാണ്. അപ്പോൾ നമ്മൾ ഇതേക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നതുള്ളൂ. അപ്പം പലപ്പോഴും നമുക്ക് വലിയ ബാങ്കുകളിൽ പോയി ലോൺ എടുക്കുക, അതല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളിൽ പോയി ലോൺ എടുത്താൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുമോ, അത് സേഫാണോ, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. അത് എന്തുമാത്രം ശരിയാണോ നമുക്ക്? സോ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാം. മിക്കവാറും ഞങ്ങളുടെ എല്ലാ മോർഗേജ് ബ്രോക്കേഴ്സ് ഇത് സെയിം കോൺസെപ്റ്റിൽ പണി ചെയ്യും. ഞങ്ങൾ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കും, സിനാരിയോ നോക്കും. ആൻഡ് ഇത് ഏത് സിനാരിയോ ഏത് ബാങ്കിൻ്റെ കൂടെ ഫിറ്റ് ആവും അക്കോർഡിംഗ് ടു ഞങ്ങൾ ആ ബാങ്കിൻ്റെ കൂടെ കണക്ട് ചെയ്യും. സോ ഞങ്ങൾ ബാങ്കിൻ്റെ കൂടെ ഡയറക്റ്റ്ലി പോകും. ഞങ്ങൾക്ക് ബാങ്കിൻ്റെ പോളിസീസ് അറിയത്തില്ല. ഒരു ബാങ്കിൻ്റെ ആ ബാങ്കിൻ്റെ പോളിസീസ് ഏത് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻക്ക് ഫേവറബിൾ ഉണ്ട്. ബാങ്ക് എങ്ങനെ വർക്ക് ചെയ്യും? എല്ലാ ബാങ്ക്സ്ക്ക് ഒരു ടാർഗറ്റ് ക്ലയൻറ്റേലുണ്ട്. Like certain banks are very good for healthcare workers. They will prefer doctors, nurses, police officers, certain emergency workers, police officers. Certain banks, their target client is self-employed people, business people. ഞങ്ങൾ ആ ക്ലയൻറ്റിൻ്റെ ആ സിറ്റുവേഷൻ നോക്കും. ഏത് ടൈപ്പ് ഓഫ് ജോലി ഉണ്ട്, ഏത് ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്, പിന്നെ ഓവറോൾ ഏത് സ്ട്രക്ചർ ഉണ്ട്, അത് നോക്കിയിട്ട് ഞങ്ങൾ നോക്കും ഏത് ബാങ്ക് ഒത്തിരി സൂട്ടബിൾ ആയിരിക്കും, പിന്നെ ഏത് നല്ല ഡീലുള്ളതായിരിക്കും, ഓവറോൾ ലോങ് ടേമിൽ ഏത് കാശ് സേവ് ചെയ്തിട്ട് ആ ക്ലയൻറ്റ്സ്ക്ക് അങ്ങനെ കണക്ട് ചെയ്യും. സോ സെയിം റിലേഷൻഷിപ്പ് ലൈക്ക് എ ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ്. വി വെയിറ്റ് ഫോർ ദ ബ്ലഡ് റിസൾട്ട്സ്, ദെൻ ഓൺലി വി സജസ്റ്റ് ദ മെഡിസിൻ. കാരണം ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് മിക്കവാറും ഒരാൾക്ക് പെർമനൻറ്റ് ജോലി കാണുള്ളൂ. യങ് ഫാമിലിയാണ്. അപ്പം രണ്ടാമത്തെ ആൾക്ക് ഫുൾ ടൈം ജോലി ആയിരിക്കില്ല, ചിലപ്പോൾ കാഷ്വൽ ആയിരിക്കും. പിന്നെ കൊച്ചു പിള്ളേരും കാണും. അങ്ങനെ ഈ സിംഗിൾ ഇൻകം ഏണേഴ്സ് എന്ന് വേണം പറയാം. പ്ലസ് ഡിപ്പെൻഡൻസും ഉണ്ട്. ഒരു 2 പിള്ളേരോ ഒരു കൊച്ചോ അല്ലെങ്കിൽ 3 പിള്ളേരോ മറ്റേ ആൾക്ക് പെർമനൻറ്റ് ജോലി. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ മേജർ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ലോൺ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പല കേസുകളിലും.
കാരണം ഡിപ്പെൻഡൻസ് കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ കൂടുതലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ബാങ്കുകൾ അത് എങ്ങനെ ഞാൻ പറയാം, ഞങ്ങൾ അത് സെയിം ക്ലയൻറ്റ്സ്ക്ക് പോളിസീസ് അറിയത്തില്ല. ഈ ഇപ്പം ഞങ്ങൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു CBI ബാങ്കിൽ കയറി ഞങ്ങൾ പറഞ്ഞു ഇപ്പം ഞങ്ങൾ ജോലി സ്റ്റാർട്ട് ആയിട്ട് മേ ബി ദെയർ പോളിസി ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ദാറ്റ്, ബട്ട് മേ ബി വേറെ നോർമൽ ബാങ്ക് അത് ആയിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ ഗൈഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ബോറോയിങ് കപ്പാസിറ്റിക്ക് വേണ്ടി എല്ലാ ബാങ്ക്സിൻ്റെ ഇൻകം പോളിസി ഡിഫറെൻറ്റാണ്. എല്ലാ മോർഗേജ് ബ്രോക്കർക്കും അത് മനസ്സിലാവും എങ്ങനെ ആ കാൽക്കുലേഷൻ ചെയ്യണം അക്കോർഡിംഗ് ടു ദ പോളിസി ഓഫ് ദ ബാങ്ക്. ആൻഡ് എല്ലാ ബാങ്ക്സും ഒരു കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഡിഫൈൻസ് ഹൗ ടു ബോറോ. സോ ഞങ്ങൾ അത് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്കത് മനസ്സിലാവും ഏത് ബാങ്കിൽ ഹയർ ബോറോയിങ് കാണും. സോ ആസ് സൂൺ ആസ് ക്ലയൻറ്റ്സ് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് വരും, ഞങ്ങൾ ആ എല്ലാ ഡേറ്റ എടുത്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അക്കോർഡിംഗ് ടു റൈറ്റ് ബാങ്ക്. പിന്നെ സർട്ടൺ ക്ലയൻറ്റ്സ് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്, ഒത്തിരി നാളായില്ല ജോലിയിൽ. സോ മിക്കവാറും ബാങ്ക് മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് വാണ്ട്സ് ടു സീ യു ഇൻ ദ ജോബ് ഫോർ 3 months 6 months. ബട്ട് ഞങ്ങൾക്ക് നോർമൽ ബാങ്ക്സ് നല്ല റേറ്റിൽ അതുപോലത്തെ ഉണ്ട്. ഒരു ദിവസത്തെ ജോലി ഓൾസോ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനത്തെ ബാങ്കുണ്ട്. പിന്നെ നല്ല റേറ്റ് ഓൾസോ ഉണ്ട്. അത് ഇതിന് എക്സ്പെൻസീവ് ഇല്ലല്ല, നോർമൽ ബാങ്ക്. അത് പോളിസി, ബട്ട് ആ പോളിസി നോളജ് വേണം. ബട്ട് ഇത് ഒത്തിരി ആസ് ഗിൽസ് കറക്റ്റ്ലി പറഞ്ഞു, ഒത്തിരി ആൾക്കാർക്ക് അത് അറിയത്തില്ല. സോ ദേ എൻഡ് അപ്പ് തിങ്കിങ് ഐ മൈറ്റ് ഹാവ് ടു ഗോ ടു എ മോർ എക്സ്പെൻസീവ് ബാങ്ക്. അങ്ങനെയല്ല. ഓരോ ബാങ്കിന്റെ പോളിസി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പോളിസിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മെൽബണിൽ ഒരു വീട് മേടിക്കണമെന്ന് 600,000 വേണം, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വീട് അല്ലേ. അപ്പോൾ പലപ്പോഴും സിംഗിൾ ഏണേഴ്സിന് അത്രയും കിട്ടാറില്ല, മീൻസ് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ കൊടുക്കുന്നത് ചെറിയ ബാങ്കുകാർ എങ്ങനെയുണ്ട്? അത് ഒത്തിരി നല്ല ക്വസ്റ്റ്യൻ ആക്കി. അതുപോലത്തെ ഞങ്ങൾക്ക് ഒരു സിനാരിയോസ് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഒത്തിരി ഇൻകം ഇല്ല, ഡിപ്പെൻഡൻസ് ഒത്തിരി ഉണ്ട്, ബട്ട് ദേ വോണ്ട് അത്ര നോർമൽ ബാങ്കിൻ്റെ കൂടെ അത്ര ബോറോയിങ് ഇല്ല. But they want to, the area they are living in, our price is higher, and they think that it's a good decision for them to buy the property. Our banks kuda jangal another the difference between normal bank and those banks is it's a higher interest rate card. But adu bolte higher loan kittu. But that is only if they are not passing with the normal rate. So jangalde criteria is true, the way jangalde criteria is to get the lowest best deal in that kind of income. At the end of the day, the higher loan jangalku very expensive bank li tanne kittum. That's the reason they're charging interest rate, because their target clientele again is the people who don't have enough borrowing. Correct. The people, and pinne there are certain pudhiya aalkar vannittu they don't understand ividthe finance and credit scoring deposition. It's a credit card usage, credit score cheete aakkum. Pinne adu bolte also normal lender loans tarathilla. So jangal adu third tier lender bolte kaargal expensive charge cheyum but loan tarum. ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ മെയിൻ ബാങ്ക് 6% തരുന്നു. ഇപ്പോൾ നമ്മൾ ഇത്തിരി ചെറിയ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 7% ആവും. 7% ആവറേജ് അല്ലേ, 1% കൂടുതൽ. പക്ഷെ ഇപ്പോൾ ഒരു നല്ല മാർക്കറ്റാണ്, വില കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ 1% ഒരു വിഷയമായിരിക്കും. ഇല്ല, ഒട്ടും വിഷയമില്ല. അല്ലല്ലേ. It's a small apple that we are looking at. Major fruit basket is the profit which is going to go up if you're buying in the right market, obviously. പിന്നെ നമുക്ക് ഒരിക്കലും ലോൺ കിട്ടിക്കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുമ്പോൾ വേണമെങ്കിൽ നല്ല ബാങ്കിലേക്ക് മാറുകയും ചെയ്യാം അല്ലേ. അതാണ് നല്ല സ്ട്രാറ്റജി. ഞങ്ങൾ മിക്കവാറും അതുപോലത്തെ ക്ലയൻറ്റ്സ്ക്ക് അങ്ങനെ തന്നെയാണ്. എക്സ്പെൻസീവ് റേറ്റിൽ വീട് വാങ്ങിച്ചു, പിന്നെ ഇച്ചിരി ലോൺ ടു വാല്യൂ റേഷ്യോ ബെറ്റർ ആയിപ്പോയി, ക്ലയൻറ്റിൻ്റെ ഇൻകം ഇച്ചിരി ഇൻക്രീസ് ആയി, ഇച്ചിരി എക്സ്ട്രാ ലോൺ പേ ഓഫ് ചെയ്തിട്ട് LVR താഴെ ആക്കി, ലോൺ താഴെ ആക്കി, പിന്നെ ഞങ്ങൾ നോർമൽ ബാങ്കിൽ കൂടെ ഷിഫ്റ്റ് ചെയ്യും. So it ended up being a good decision because they bought the property, let's say in 800 with higher interest rate. Now the same property is $1 million. So even though they paid 1% extra, which might have costed them maybe, let's say $15,000-$20,000 extra, but they saved $80,000, $120,000 because the price went to $1 million. illa athre poyilla. Then I'm just കൂടുതൽ പറയാം towards the higher cost, but I don't have a calculator with me right now, but it won't be that much. But even though if it is $20,000, it's still a good deal. Because you got the property in the right time. Yeah, okay. So you use the higher interest rate to get the deal done. Correct. ഇപ്പോൾ
അതുപോലത്തെ സിറ്റുവേഷൻസ് ഒത്തിരി ഉണ്ട്. ഉണ്ടല്ലേ? അതാണ് ഞാൻ ഇപ്പോൾ പല ആൾക്കാർ നമ്മുടെ അടുത്ത് അങ്ങനെ സംസാരിക്കും പറയാറുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ട് അവർ ജോലി ചെയ്യുന്ന ഏരിയ, സ്കൂള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെയും പ്രോപ്പർട്ടി വില കൂടുതലാണ്. അപ്പം അവർക്ക് അപ്രോച്ച് ചെയ്യാൻ അല്ലേ അച്ചീവ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ട്രബിൾ. സോ this should not be a long term solution. ഈ ബാങ്ക് കൂടെ ഞങ്ങൾ we should not stay there for more than 2 years. 2 years. Less than, yeah. So as soon as we get an opportunity, ഞങ്ങൾ നല്ല ബാങ്കിൽ റീഫൈനാൻസ് ചെയ്യണം. അപ്പോൾ so it's a 2-year solution, I would say, maximum. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ പലപ്പോഴും 20% ഡിപ്പോസിറ്റ്, 10% ഡിപ്പോസിറ്റ്, അത് 20% വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ 10% കിട്ടുമ്പം നമ്മൾ പെട്ടെന്ന് പോയി മേടിക്കുന്നതാണോ നല്ലത്? It depends on the market. ഞങ്ങൾ ഏത് മാർക്കറ്റ് മിക്കവാറും വെയിറ്റ് ചെയ്യാൻ വേണ്ട. ബിക്കോസ് ഞങ്ങൾ എൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ആവറേജ് അറൌണ്ട് $700,000 ആ ടൈമിൽ. 5% ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു, 10% ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇത്ര LMI വരും. ഫോർ എക്സാമ്പിൾ $8,000, $10,000. ആൾക്കാർ പറഞ്ഞു എനിക്ക് LMI പേ ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് എത്ര എമൗണ്ട് പേ ചെയ്ത് ഞാൻ 20% ചെയ്തിട്ട് വരും. 20% ആ $700,000 പ്രോപ്പർട്ടി 20% ആ സെയിം പ്രോപ്പർട്ടി ഇപ്പോൾ 800 ആയി. സോ അത് അവിടെ ലോസ് ആയി പോയി. Now what he's getting in $700,000 ചെറിയ പ്രോപ്പർട്ടി ആയി അങ്ങനെ. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ മാർക്കറ്റ് യു ആർ ബൈയിങ് ദ പ്രോപ്പർട്ടി. മലയാളികളുടെ ഒരു ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ യൂട്യൂബിലായാലും പല വീഡിയോകളിൽ നമ്മൾ കാണാറുണ്ട്, നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുമ്പം ഈവൻ ഇൻക്ലൂഡിങ് യുവർ ഓണർ ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടീസ് ട്രസ്റ്റിൽ മേടിക്കണം എന്നുള്ളത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? See, this strategy, trusted benefits enna, trusted strategy enna is to create wealth. ഞങ്ങൾക്ക് ഇച്ചിരി ഒരു pros and cons ഉണ്ട് ട്രസ്റ്റ്. സോ ട്രസ്റ്റ് മെയിൻ ആയിട്ട് ഫാമിലി ട്രസ്റ്റ് ആണോ? സി ട്രസ്റ്റ് ഡിഫറെന്റ് സ്ട്രക്ചർ ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ സിനാരിയോ. സോ അതിനകത്ത് ഇപ്പൊ ഞങ്ങൾ ഡീറ്റെയിലിൽ പോകുന്ന കൺഫ്യൂഷൻ. ബട്ട് ബേസിക്കലി ഓവറോൾ ഞാൻ ഇച്ചിരി ആവറേജ് ട്രസ്റ്റഡ് ബെനിഫിറ്റ്സ് തരാം. ദ മെയിൻ ബെനിഫിറ്റ് ഓഫ് ട്രസ്റ്റ് ഇസ് ഫോർ ആസറ്റ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ വിച്ച് ഇസ് യൂസ്ഡ് വേൾഡ് വൈഡ്. സോറി, ഓസ്ട്രേലിയ വൈഡ് at least, and even different countries. So asset protection in the sense, if ഞങ്ങളുടെ ജോലി ഒരു റിസ്കി ജോലി ഉണ്ട്, ഓക്കെ, ഓർ മേ ബി ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട് where we can get sued and all. So when you have property in this family trust or in trust, you're safe. Your properties are safe. Nobody can come and touch it. കാരണം അതൊരു ഡിഫറെന്റ് ടൈറ്റിൽ ആയിട്ട്, ഡിഫറെന്റ് എൻറ്റിറ്റി ആയിട്ട്, ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആണ്, നമ്മളോട് യാതൊരു ബന്ധമില്ല, ഇൻഡിവിജ്വൽ ടച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് ബെനിഫിഷ്യറീസ് ഞങ്ങളുടെ കൊച്ചുങ്ങൾക്കെല്ലാം വെക്കാൻ പറ്റും. ആൻഡ് ഫ്യൂച്ചറിൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ദം ആസ് വെൽ. ലെറ്റ്സ് സേ കൊച്ചുങ്ങൾക്ക് മാരേജ് ആയി ഡിവോഴ്സ് ആവുക എന്ന അവസ്ഥ. So in that case also they can't touch this property because it is safe. Okay. അതൊരു വലിയ ബെനിഫിറ്റാ. സോ സക്സഷൻ നല്ല പോലെ പോകും. സോ ഇൻ കേസ് like ഞങ്ങളുടെ പേരിൽ ട്രസ്റ്റ് ഞങ്ങൾ you are the and we die, usually we need willpower, and with the trust one nothing changes, everything remains. Only thing changes is the person who controls the trust. Maybe some person controls it, but it all remains in the family. Same family. Trust next benefit is pros is you can still get the capital gain tax benefit discount if you hold the property for more than 12 months. So our same benefits also ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രസ്റ്റിൽ എന്നാ when you can distribute income of the trust. So you can distribute, let's say ഒരു ആൾക്ക് ഹൈ ഇൻകം ഉണ്ട്, ഒരു ആൾക്ക് ലെസ് ഇൻകം വന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഹൈ ഇൻകം ടു ദാറ്റ്, സോ ദാറ്റ് he gets tax much less. സോ അത് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ട്രസ്റ്റിന്റെ പ്രോഫിറ്റ് നമുക്ക് പ്രോഫിറ്റ് ലോസ് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? സോ അത് cons also the pros. അതിനകത്ത് so now if it comes to cons, so you cannot claim negative gearing in trust. Okay, so that is the one small part of it. But and you cannot distribute losses. So like nangal beneficiaries ka income distribution, you cannot distribute losses. So that is key. Beneficiaries only for profit. So but idnata oru positive thing enna, but let's say you have losses for 2-3 years, and now in the 4th 5th year when the value goes up, the rent goes up, everything, you have profit. So that profit won't be taxed till the time because pare losses have to be offsetted. So adu oru nalle belly benefit.
സോ അത് മിക്കവാറും ആൾക്കാർക്ക് അത് അറിയത്തില്ല. സോ അത് ചെയ്യാൻ പറ്റും. സോ ടിൽ ദ ടൈം യു ആക്ച്വലി സേവിംഗ് ടാക്സ്. ബട്ട് ഇറ്റ്സ് എ ലോങ് ടേം ഗെയിം. It's not like monthly, annually. You have to look at it as a long, bigger picture. 15-20 years at least. 5-10 years. At least. 15-20 years, obviously it will become much better. Better. Okay. പിന്നെ ഇതിന്റെ റണ്ണിങ് കോസ്റ്റ് ഇത് ഫോം ചെയ്യാനൊക്കെ ആയിട്ട്. So the other thing negative about the trust is like it costs you money. So it costs you to set up a trust every year. Tax return cheyyanam. The other thing is with the trust is like trust loan applications are much more complicated as compared to normal application. And pinne not every it's not എല്ലാ ബാങ്കും സ്വീകരിക്കില്ല. ഇല്ല. സോ അത് ഒത്തിരി നെക്സ്റ്റ് ലെവൽ നോളജ് വേണം ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ട്രസ്റ്റ് സ്ട്രക്ചർ വർക്ക്സ് ഇൻ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഹൗ വിച്ച് ബാങ്ക് പോളിസീസ് അത് മോർ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ബട്ട് ദാറ്റ്സ് വൈ ലൈക്ക് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് ട്രസ്റ്റ് സ്ട്രക്ചർ, you will see those kind of brokers and all, they are charging fees for trust because they know it's a lot of work. And and if you have to do it in the right structure, you have to it's a teamwork between the accountant, the client and the broker. But certain trusts ka vendi, like if it is related to SMSA for any other things, you have to involve solicitors as well. It's a kind of a conversation I think you should have with a solicitor. Because to define correctly, I would not say much on that. അത് ഈ ട്രസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴും പല ടൈപ്പ് ട്രസ്റ്റുകളുണ്ട്. അത് ശരിക്കും നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലേ? കറക്റ്റായിട്ട് അത് ഇൻഡിവിജ്വൽ ടു വ്യത്യാസമുണ്ട്. നമ്മളിപ്പം എൻ്റെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഞാനിപ്പോൾ 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ പ്രോപ്പർട്ടി മേടിക്കുക വിൽക്കുക എന്നുള്ള ഒരാളും വേറൊരാൾ 10 കൊല്ലം 15 കൊല്ലത്തേക്ക് പ്രോപ്പർട്ടി മാത്രം മേടിച്ചു വെക്കുക, അത് കഴിഞ്ഞ് അല്ലേ ഒത്തിരി സിനാരിയോസ് ഡിഫറെന്റ്. അത് പേഴ്സൺ ടു പേഴ്സൺ സജഷൻ ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ സർട്ടൻ ഫ്രണ്ട്സ് മേടിക്കും. സോ അത് ഡിഫറെന്റ് യൂണിറ്റ് ട്രസ്റ്റ് കാണും. പിന്നെ certain like ഫാമിലിക്ക് they want to have multiple properties. So then there's a different structure. Trust structure. ഒരു ട്രസ്റ്റിൽ എത്ര പ്രോപ്പർട്ടി വരെ മേടിക്കാനായിട്ട് സാധിക്കും? There's no limitation. But I would still double check this conversation with accountant. But I don't as far as ലോൺ കിട്ടുന്നത്ര നാളത്തേക്ക് മേടിക്കാം. So loan അത് ഒരു 3 detailed conversation. But loan it can be is possible, but it depends on total income of that particular trust, whether that trust is trading or asset holding. Three factors ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ആദ്യം അക്കൗണ്ടൻറ്റുമായിട്ടൊന്ന് ചോദിക്കണം എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന്. അതിനുശേഷം ഈ ട്രസ്റ്റിനെ കുറിച്ചൊരു തീരുമാനം എടുത്താൽ മതി. കോംപ്ലിക്കേറ്റഡ് ആണ് സംഭവം, പക്ഷേ ബെനഫിഷ്യറിയാണ് ഫോർ എ ലോങ് ടേൺ. ഇത് വളരെ ബെനഫിഷ്യറിയാണ്. ട്രസ്റ്റ് ഓവറോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒപ്പീനിയൻ ഇറ്റ്സ് എ best thing to do. But it obviously is more hard work. More complicated, but I think it's worth it in the long run. Eldos കൂടുതലായിട്ടും ഓണർ ഓക്യുപ്പൈഡ് വീടിനായിട്ടുള്ള ലോണുകളാണോ അതോ കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിക്കായിട്ടുള്ള ലോണുകളാണോ എടുത്ത് മീൻസ് ആൾക്കാരെ എടുക്കാനായിട്ട് സഹായിക്കുന്നത്? ഞങ്ങളുടെ ടീമിൽ എല്ലാ സ്പെഷ്യലൈസ്ഡ് ഉണ്ട്. ഞങ്ങളുടെ നല്ല ടീം സൈസ് ഉണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഹോം ഓണർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇൻവെസ്റ്റർ സ്പെഷ്യലിസ്റ്റ് എൻ്റെ ടീമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പിന്നെ അങ്ങനെ കമേഴ്ഷ്യൽ ആൻഡ് ആസെറ്റ് ഫൈനാൻസ് ടീമുണ്ട്. ഡിഫറെന്റ് സെക്ഷനിലായിട്ടുള്ള ടീമുണ്ട്. അപ്പം സോ ലൈക്ക് ഫോർ എക്സാമ്പിൾ എൻ്റെ ഓണർ ഓക്യുപ്പൈസ് എൻ്റെ ഒരു 2 ടീം മെമ്പർ ആ ഏരിയയിൽ എക്സ്പേർട്ടാണ്. ഞാൻ എല്ലാ ഡീലിലും ഇൻവോൾവ്, ബട്ട് ഐ ഹാവ് എ ടീം ട്രെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു നല്ല ഗുണമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് മലയാളികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഹോം മേടിക്കുന്നതിന് മുമ്പായാലും അതല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുന്നതിന് മുമ്പായാലും എൽദോയായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പം എൽദോ നമ്മളെ സഹായിക്കും. കാരണം നമ്മളൊരു വീട് മേടിക്കുന്നത് നമ്മളിവിടെ വന്നിരിക്കുന്നതും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പം വരുമ്പോൾ തന്നെ തുടക്കത്തിൽ നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ള എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞങ്ങൾ ഒത്തിരി സെഷൻ ക്ലയൻസ് മീറ്റിംഗ് അങ്ങനെ ചെയ്യാറുണ്ട്. സോ ഞങ്ങളുടെ ക്ലയൻറ്റ് മീറ്റിംഗ് ഇസ് നോട്ട് നെസസറി ഞങ്ങൾ ആ ക്ലയൻറ്റ് അപ്പം തന്നെ വീട് വാങ്ങിക്കാൻ
ഒത്തിരി ക്ലയൻറ്റ്സ് ഞങ്ങൾക്ക് ഒത്തിരി ക്ലയൻറ്റ്സ് അങ്ങനെയുണ്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഒരു സെഷൻ എടുത്തിട്ട് പോകും വേറെ സ്ട്രാറ്റജി ചെയ്ത് ലൈക്ക് ഓക്കെ ഇപ്പം പോസിബിൾ ഇല്ല എൻ്റെ കയ്യിൽ ഒട്ടും സേവിങ് ഇല്ല ഇന്ന് എൻ്റെ സ്ട്രാറ്റജി സോ ഞങ്ങൾ ആ സ്ട്രാറ്റജി എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് തരും നിങ്ങൾ ഇത്ര സേവിങ് ചെയ്യണം ഇത്ര നിങ്ങൾക്ക് ഫൈനാൻസിൽ നോക്കണം മേക്ക് ഷുവർ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക നോട്ട് ഡു എനി ലേറ്റ് പേയ്മെന്റ്സ് ഓൺ കാർഡ് ഓർ കാർ ലോൺസ് പിന്നെ കാർ ലോൺസ് എത്ര എഫക്ട് ചെയ്യും നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻകം ഇത്ര വേണം അത് ഞങ്ങളെല്ലാം സ്ട്രാറ്റജി ചെയ്തിട്ട് ദീസ് സർട്ടൺ ക്ലയൻറ്റ്സ് കം ബാക്ക് ടു us after 3 months or 6 months even after 1 year so അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തരും പിന്നെ they all come back later to finalize the deals so ഞങ്ങൾ ഫസ്റ്റ് ഹോം ബയർക്ക് സെഷൻ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ്ക്ക് വേണ്ടി സെഷൻ ചെയ്യാറുണ്ട് so how to it's a very important discussion about what is their strategy, how many properties they want to create. Because certain investors, certain alkar varum എനിക്ക് ഒത്തിരി പ്രോപ്പർട്ടീസ് വേണമായിരുന്നു ബട്ട് ദേ ഹാവ് ബോട്ട് ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ഇൻഡിവിജ്വൽ ദ ബോറോയിങ് ഇസ് സാച്ചുറേറ്റഡ് സോ വി ടെൽ ദം what is the strategy to okay you can if you want to have more you want to become a professional investor and you want to keep buying properties that this is what the things that you should know about. താഴെ പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൽദോയെ ഒന്ന് വിളിക്കുന്ന കുഴപ്പമില്ല ഞാൻ ഫോൺ നമ്പർ ആക്കിയാലും വീഡിയോ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇത് വിളിച്ച് സംസാരിക്കുക കാരണം നമ്മുടെ എല്ലാവരും നോളജ് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് എപ്പോഴും എന്തുകൊണ്ടും ഏത് ഏരിയയെ മേടിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെ നമുക്ക് വേറെ ആൾക്കാരുമായിട്ട് സംസാരിക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഒരു മോർഗേജ് ബ്രോക്കറുമായിട്ട് സംസാരിച്ച് അത് കൺഫേം ചെയ്ത് അതനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടീസ് നോക്കാൻ പറ്റും അല്ലേ ആബ്സല്യൂട്ട്ലി ഓക്കെ അപ്പോൾ അതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അല്ല എൽദോസിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കൺഫേം I would like to thank Gils to come all the way to have a chat and giving me the opportunity to talk about it we take ഞങ്ങളുടെ business if take very businessന്റെ പേരെന്താണ് loan web connecting dreams so connecting dreams you're connecting people's dreams whatever they are and ഞങ്ങൾ ഒരു recognized award winning brokerage we've been recognized by Better Business Awards Australia Advisor Awards Australia okay good and നിങ്ങളുടെ ടീം ഉണ്ടോ മീൻസ് എന്താ പറയുന്നത് എല്ലാ ഇപ്പം എന്താ പറയുക നമുക്കിപ്പം നല്ലൊരു അക്കൗണ്ടന്റ് നല്ലൊരു ബയേഴ്സ് ഏജന്റ് അങ്ങനെയുള്ള ഒരു ടീം കൂടെ നിങ്ങൾ ചെയ്യുന്നുണ്ട് so we have the right tribe ആണല്ലേ ഓക്കെ ഞങ്ങൾ and like you know this is also a right tribe you know we are a group of people who are ഞങ്ങളുടെ aim is to just make sure ഞങ്ങളുടെ community ഞങ്ങളുടെ circle എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടണം നോളജ് തരണം ടു ഗ്രോ it doesn't matter whether they come with us or with any other brokers ഞങ്ങൾ വേറെ we don't ഞങ്ങളുടെ broker community or buyers agents community or accountant community you know we all work together for one purpose that everybody should do well there's enough business for everybody that's right if you do the right job so ഞങ്ങളുടെ aim is to you know like this video day aim is also we want to make sure that we are able to help our community to actually create wealth more educating and by educating take their own decision obviously but we at least we have a platform to educate them അതെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് കേട്ടോ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇതൊരു എഡ്യൂക്കേഷൻ സെക്ഷൻ മാത്രമാണ് അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പിന്നെ ഇൻഡിവിജ്വലായിട്ട് കോൺടാക്ട് ചെയ്യണം absolutely okay thanks for watching see you next time with another video have a nice day thank you so much thank you